ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ ഇന്ന് ജനുവരി 1 ആണ് കേട്ടോ, 2026 ജനുവരി 1 ആണ്. ഇപ്പോൾ രാവിലെ ഇറങ്ങി നോക്കുമ്പോൾ നല്ല മഞ്ഞുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം 6 മണി ആയിട്ടേ ഉള്ളൂ, പക്ഷേ നേരമൊക്കെ വെളുത്ത് വന്നു. ഇപ്പം പിന്നെ നേരത്തെ ഇരുട്ടാവുകയും അതുപോലെ രാവിലെ തന്നെ നേരം വെട്ടം വരികയും ചെയ്യുമല്ലോ, അതുകൊണ്ട് തന്നെ നല്ല വെട്ടം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല മഞ്ഞുണ്ടായിരുന്നു, തണുപ്പുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് രാവിലെ കുറച്ച് പണിയുണ്ടായിരുന്നു. ഒന്ന് മുറിക്കകമൊക്കെ ഒന്ന് റൂമൊക്കെ ഒന്ന് അടിച്ച് വാരി തുടയ്ക്കുക, അതൊക്കെ ഉണ്ടായിരുന്ന പണി. അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പോയി കുളിച്ചിട്ട് വിളക്ക് കൊളുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ടാണ് കേട്ടോ പിന്നെ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വിളക്ക് കൊളുത്താം. 1-ാം തീയതി അല്ലേ, ശുഭമായിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. എനിക്ക് 7 മണിയൊക്കെ ആവാനായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ വിളക്ക് കൊളുത്തിട്ട് അവരെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പം പതുക്കെ എൻ്റെ സൗണ്ട് കേട്ടിട്ട് പിള്ളേരെ എണീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിളക്ക് കൊളുത്തി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ രാവിലെ എണീക്കുമ്പോഴേ ഫോണിനകത്ത് ഭക്തിഗാനൊക്കെ വെക്കാറുണ്ട്. അതിൻ്റെ കൂടെ രാവിലെ എണീറ്റ് വിളക്ക് കത്തിക്കുക, കുളിച്ച് വിളക്ക് കത്തിക്കുമ്പോഴത്തേനും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ. 2026 ഫസ്റ്റ് ആയിട്ട് നല്ലൊരു പോസിറ്റിവിറ്റിയോടെ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ തുടങ്ങിയത്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ, പിള്ളേരൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേർ മീൻസ് കുഞ്ഞ് മോൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവളെ കൊണ്ടുവന്ന് തൊഴിപ്പിക്കുകയാണ് കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ വരെ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ. ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ന്യൂ ഇയർ രാവിലെയാണ് കേട്ടോ. നല്ല മഞ്ഞൊക്കെ ഉണ്ട് പുറത്ത്. ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോ. എൻ്റെ മുഖം ചുമന്നിരിക്കുന്നില്ലേ. ഓക്കെ, പുറത്തേക്ക് നല്ല മഞ്ഞുണ്ട് കേട്ടോ. എപ്പോഴും മഞ്ഞൊന്നും മാറിയിട്ടില്ല. പുറത്തോട്ട് അത്യാവശ്യം നല്ല മഞ്ഞ്. സമയം എത്രയെന്നറിയോ? 7:45 കേട്ടോ. പുറത്തോട്ടൊക്കെ നല്ല മഞ്ഞാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു വർഷമായിരിക്കട്ടെ 2026 എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ രാവിലെ കുളിച്ചുകൊണ്ട് എനിക്ക് വിശക്കുന്നു. അപ്പോൾ ഞാൻ കരുതി ഇച്ചിരി കട്ടൻ ചായ ഇട്ട് കുടിക്കാനും. ഈ സമയത്തൊന്നും കഴിക്കൽ പതിവില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് ചായ ഇട്ട് കുടിക്കാം. ചായ വിളക്കൊക്കെ ഞങ്ങൾ വിളക്കൊക്കെ കൊളുത്തി. ഇനിയും അച്ഛനെയും മക്കളെയും കുത്തിപ്പൊക്കട്ടെ ഞാൻ പോയിട്ട്. ഞാൻ വെള്ളം വെച്ചു കേട്ടോ. നമുക്ക് ചായ ഇട്ട് കുടിക്കാം കുറച്ച്. ഓക്കെ, പോയി തഴേ അങ്ങോട്ട് നോക്കിയിട്ടല്ലേ അമ്പത്തെ തൊഴാ കുഞ്ഞാ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാം കണക്കാ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഒരു ഫസ്റ്റ് ബുധനാഴ്ച കഴിഞ്ഞ് വ്യാഴാഴ്ചയായി. ഫസ്റ്റ് ഡേ തന്നെ പറയുന്നത്. ഞാൻ ഇന്നലെ തന്നെ കട്ടുറുമ്പ് അതാവിരുന്നു കട്ടുറുമ്പ്. കാച്ചു വരുന്നില്ല. കാച്ചു വരുന്നില്ല. അയ്യോ, കാച്ചില്ല, പാവം. വാടാ. അവൻ മാത്രം വരൂല. വാട ചെക്ക. ഒന്നുകൂടി എടുക്കാവാ. ഞാൻ നിക്ക മിരിക്കസിയാണ്. എന്ത് പറ്റിയിടാ? വാടാ. ഇവിടെ നോക്കണ. എടാ ഇവിടെ നോക്കണ. എടാ ഇവനെ നോക്കണ. ഇവനെ നോക്കണ. ലൈറ്റ് ഇതിനകത്തെ ഫ്ലാഷ് ഉണ്ട്. നമുക്കിന്ന് ന്യൂ ഇയർ ആയിട്ട് ദോശ
ദോശയാണ് കഴിച്ചത്. ദോശയും ചിക്കൻ കറി. ചായ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ചായ മാറ്റിയിട്ട് നമുക്ക് ദോശ വെക്കാം. അതാ നമ്മുടെ ദോശയൊക്കെ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം തണുപ്പായതുകൊണ്ട് ഭയങ്കര പാടാ പൊളിക്കാൻ. അപ്പം നമുക്ക് ഇച്ചിരി ഉപ്പൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇതാണ് നമ്മുടെ ചായ തിളച്ചു. ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരുന്നത്. അപ്പം ഉച്ചനെ നമുക്കിപ്പം വിശക്കുന്നു. നമുക്ക് ചായ അങ്ങോട്ട് വാങ്ങാം. രാവിലെ പാട്ടൊക്കെ വരുന്നു സംഗീതജ്ഞൻ്റെ. ഉപ്പേർത്തെടുക്കാം. ട്രൈപ്പോഡിനകത്ത് വെക്കാതെ കൈ വെച്ചിട്ടുള്ള പണിയായോണ്ടാണ് കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടി ഞാൻ ചായ വെച്ചതാണ്. ചായ കുടിക്കാനുള്ള സമയം കിട്ടിയത്. നിങ്ങൾ കുറച്ചിറങ്ങി സുട്ട് ദോശ സുട്ടെടുക്കാം. നോൺ സ്റ്റിക്ക് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഗൈസ്. നല്ലപോലെ സ്റ്റിക്ക് ആവുന്നുണ്ട്. ആവശ്യമുണ്ട്. തട്ടദോശ ഒരു സൈഡ് നോക്കി നിങ്ങൾ വിചാരിക്കേണ്ട. വേവുന്നതിന് മുമ്പ് ഞാനൊന്ന് തിരിച്ചിടാൻ ശ്രമിച്ചതിൻ്റെയാണ് ആ ഒരു പാട്. ഓക്കെ, ന്യൂ ഇയർ ആയിട്ട് അങ്ങനെ പലതും കാണും. ന്യൂ ഇയർ അല്ലെങ്കിൽ അങ്ങനെ പലതും കാണും. കുഞ്ഞിയുടെ ഒരു ഡോക്ടറിന്റെ എന്താ ജോൺ ഹോണായുടെ ഒരു പെട്ടി ഇവിടെ. ജോൺ ഹോണായി പൈഡാണ്. പൈഡ് അമ്മ വെച്ചതാണ് കുഞ്ഞേ. രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഏത് വേണമെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കാം കേട്ടോ. നോക്കിയിരുന്ന ഇത് തണുപ്പിച്ച കുടിക്കലുണ്ടാവുള്ളൂ. അച്ഛനെ മക്കളെ നോക്കിയിരുന്ന അച്ഛനെ മക്കളുടെ കരച്ചിലാണ്. കളിയിലാണ്. ഓക്കെ, ഞാൻ കുടിക്കട്ടെ. ദോശ ഇവിടെ ചുടട്ടെ. സുട് ദോശ സുട്ടെടുക്കാം നമുക്ക്. ചളുവൊക്കെ വരും. ഡോണ്ട് മൈൻഡ് ഇറ്റ്. ഓക്കെ, ഓണിങ് ഇന്നലെ പാപ്പ കഴിച്ച്. കാച്ചയും കുഞ്ഞിയും അച്ഛനും പാപ്പ കഴിക്ക്. അവർ ദോശ കഴിക്കാൻ നോക്കിയാണ് ഗൈസ്. നോക്ക് വഴക്കുണ്ടാക്കണ്ട വിഷയം. അച്ഛൻ്റെ അപ്പുറം ഇപ്പുറം. അച്ഛൻ്റെ അടുത്തിരിക്കണം പിള്ളേർക്ക്. ഇവിടെ ഇതാകുമ്പോ അച്ഛൻ അടുത്താ. നോക്ക്. ഹായ്. ചോറോ? ദോശയല്ലേ? ചോറാണോ? ദോശ കരിഞ്ഞു. അവരെ നോക്കാൻ പോയിട്ട് ദോശ കരിഞ്ഞു കേട്ടോ. അടാ കരിഞ്ഞ ദോശ. നിങ്ങൾക്ക് വേണോ കരിഞ്ഞ ദോശ? അവകാശങ്ങളില്ലാത്ത ദോശയാണിത്. നമുക്ക് മാറ്റി വെക്കാം. എടുത്തു. ബലൂണിൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. വാ തുറന്ന് ഇനി എടുക്കും. ഒരുത്തനൊട്ടിരിക്കുന്നുണ്ടോ? കണ്ടോ ഇരിക്കുന്നുണ്ടോ? വായനെടുക്കാം. കണ്ടോ വായിൽ വെച്ചേക്കുന്നുണ്ടോ സ്കെച്ച്? പോടൂ നാളി ടാറ്റ പറയടാ. അതെ നീ ഇവിടെ വണ്ടി റോഡിൽ കയറണ്ട. വണ്ടി പോയതുണ്ടോ? വലിയ വണ്ടി.
ചെമ്പോ ബോഗൻവില്ല. ഈ ബോഗൻവില്ല കഴിഞ്ഞ ദിവസം എവിടെയാ എന്തിനോ കണ്ടു കേട്ടോ. 6 പീസിന് 450 രൂപയോ അങ്ങനെ എന്തോ. ഇവിടെ ഒറ്റ കളറേ ഉള്ളൂ കേട്ടോ, ഈ റോസ് മറ്റെന്തയാണോ റോസാണോ, ഈ ഒരു കളറേ ഉള്ളൂ. പക്ഷെ പല കളറുണ്ടെങ്കിൽ രസമായിരിക്കില്ലേ. ഞാനും കഴിക്കായിരുന്നു കേട്ടോ. കഴിക്കട്ടെ, അവരെല്ലാവരും കഴിച്ചു, ഞാനേ ഉള്ളൂ കഴിക്കാൻ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചില്ലേ? കഴിഞ്ഞിട്ടോ. ഇനിയിപ്പം കുറച്ച് പാത്രം കഴുകാനുണ്ട്. അതുകൂടെ കഴിക്കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. കാച്ചി ഉറക്കം വന്നിട്ട് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ അവനെ ഉറക്കണം. അവിടെ ഇരിക്കുന്ന മുളകാണ് കേട്ടോ, മുളക് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിരിക്കുന്നതാണ്. ഇന്ന് അതൊക്കെ ചെയ്യണം. ഇന്നോ അല്ലെങ്കിൽ നാളെ ചെയ്യണം. നാളെ ഏട്ടന് പോകണ്ടല്ലോ, ലീവല്ലേ. അപ്പോൾ ഓക്കെ, ഞാൻ പാത്രം കഴിയട്ടെ. ഞാനിപ്പം കഞ്ഞോളം ചോറുത്തി വെള്ളം കാര്യം കേട്ടോ. നാളെ രാവിലെ ശരിക്കും കൊണ്ടുപോയിരിക്കും. നാളെ അങ്ങനെയാണ് കഴിച്ചെടുക്കാം. പരിപാടി ശരി കഴിക്കാനില്ല, നിങ്ങൾ കളയില്ല. നമുക്ക് രാവിലെ നടക്കാൻ നല്ലതാണ്. വൈകുന്നേരം ഒന്ന് അമ്പലത്തിൽ പോകുന്നുണ്ട്, അറിയില്ല കാര്യം വരാൻ പറ്റുമെങ്കിൽ വരുവാണെങ്കിൽ പോകണം. ഇവിടെ അടുത്തൊന്നും അമ്പലമില്ല, അതാണ് ഞാൻ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അടുത്തൊന്നും അമ്പലങ്ങളില്ല, കുറച്ച് ദൂരമായിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പോകണമെങ്കിൽ ഓട്ടോയ്ക്ക് വിളിച്ച് പോകാം. അതെ, പരിപാടിക്കൊക്കെ പറ്റുമെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, പാത്രം കഴിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി കുറച്ച് നേരം നമുക്ക് കുഞ്ഞിയൊന്ന് പഠിപ്പിക്കണം. കുറച്ച് നേരം ഹരീശ്വരി ഒന്ന് എഴുതിപ്പിക്കണം. അംഗനവാടി പോകുന്നില്ല. അംഗനവാടി പോയിട്ട് ഇപ്പം കുറേ ദിവസമായിട്ടോ. കുറേ ദിവസം മീൻസ് കഴിഞ്ഞ വെള്ളിയാഴ്ച പോയപ്പോൾ, കഴിഞ്ഞ തിങ്കളാഴ്ച ഞങ്ങൾ പോയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല, പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ടീച്ചറുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവിടുത്തെ ഹെൽപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ കൂട്ടിയിട്ട് വന്നു. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഇനി ന്യൂ ഇയർ കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ വരത്തുള്ളായിരിക്കും. അപ്പോൾ ഒന്നാമത് സിബ്ലിങ്സ് ഉള്ളവരൊക്കെ അല്ലേ, മിക്കവാറും ഉള്ളവരെല്ലാം ഇച്ചിരി വലിയ സ്കൂളിൽ പോകുന്ന സിബ്ലിങ്സ് ഒക്കെ ഉള്ള പിള്ളേരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ ഈ വെക്കേഷനായിട്ട് വീട്ടിലിരിക്കുകയല്ലേ. ചേട്ടനും ചേച്ചിയൊക്കെ വീട്ടിലിരിക്കുമ്പം പിള്ളേർക്ക് ഭയങ്കര മടിയാണല്ലോ അംഗനവാടി പോകാൻ വേണ്ടി. അതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് പിള്ളേരൊന്നും വരാത്തത്. പിന്നെ മുടിയൊക്കെ ഉണങ്ങണമെങ്കിൽ ഭയങ്കര താമസമാണ് കേട്ടോ. ഇപ്പം കുളിച്ചാൽ വൈകുന്നേരം ഉണങ്ങത്തുള്ളൂ. ഇനിയിപ്പോൾ വൈകുന്നേരം കൂടെ അമ്പലത്തിൽ പോകണമെങ്കിൽ വൈകുന്നേരം കൂടെ എന്തായാലും മുടി നനയ്ക്കേണ്ടി വരും. തീരുമാനിച്ചില്ല, ഫിക്സ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ ആവും പോകുന്നത്. നാളെ ലീവല്ലേ, നാളെ പോവാണെങ്കിൽ സമാധാനത്തോടെ പോയിട്ട് വരാം. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം അവളെ പഠിപ്പിക്കാം. ഓക്കെ, വലുതായിട്ടൊന്നും ഞാൻ ഇട്ടുന്നില്ല കേട്ടോ, ഒരുപാടൊന്നും നമുക്ക് ലെങ്ത് കൂട്ടണ്ട വ്ളോഗ്സിന്. അപ്പോൾ നമുക്ക് അവളെ ഇങ്ങനെ പഠിപ്പിച്ചിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, തീർന്നു. ഇച്ചിരി വെള്ളം കുടിക്കാൻ എടുത്താൽ പോലും രണ്ടുപേരും അപ്പുറത്തുനിന്നും ഇപ്പുറത്തൊന്നും വെള്ളം കുടിക്കാൻ പോലും സമ്മതിക്കൂല. വല്ലാത്ത കാര്യമാണല്ലോ. കണ്ടാ, ഇരിക്കാൻ സമ്മതിക്കൂല, ഒന്നും സമ്മതിക്കൂല. വെള്ളം എത്ര നേരം അവിടെ ഇരുന്നിട്ട് അവർക്ക് വേണ്ടായിരുന്നു വെള്ളം. ഞാൻ അവിടെ കുടിക്കാൻ എടുത്തപ്പോൾ വെള്ളം വേണം. തരാടോ, എടുക്കട്ടോ. ഇനി ഇവിടെ ഒരു യുദ്ധക്കാളാണ് ഗൈസ്, യുദ്ധക്കാളം. കാരണം പഠിപ്പിരുത്താണല്ലോ, അപ്പോൾ യുദ്ധക്കാളമായിട്ട് മാറും. എൻ്റെ കൂടെ അടച്ചിട്ടങ്ങപ്പാ. നമ്മളിവിടെ ആരും ഇല്ലാത്തപ്പം തുറന്നിട്ടാലേ തരാം. വാ,
കുട്ടി നിൽക്കുക, അവനതും കൊടുക്കട്ടെ. മതിയോ? കൊശുമ്പ മേലോട്ട് ആനവിടെ ചുരുണ്ട കുടിച്ചു പോസ് ചെയ്തിട്ടൊക്കെയാ കുഞ്ഞ് കുടിക്കുന്ന വെള്ളം. വെള്ളത്തിന് അഴക്കുണ്ടാക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ജ്യൂസിനോ അങ്ങനെയുള്ളതിനൊന്നും അല്ല, സാധാ നോർമൽ വെള്ളത്തിന്. അങ്ങനെ അടി ഉണ്ടാക്കുന്ന 2 പേരാണ് ഇവിടെ ഉള്ളത്. ഹായ് പറ കാശി, ഹാപ്പി ന്യൂ ഇയർ പറ. അപ്പം ഞങ്ങൾ പഠിക്കട്ടെ, കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ആ ഗുഡ് ഗേൾ. ആ ഇതെന്തുവോ ഇരട്ടത്തലയുള്ള ഹായോ? വായിച്ചിട്ട് എഴുത്. 2 തലയൊന്നും വരെ എഴുത്. 1 തലയേ ഉള്ളൂ ഹൈക്ക്. 2 തല ഒന്നിച്ച് 2 തലയൊന്നുമില്ല. ആ എഴുത്. അവിടെ തന്നെ ചെറിയ തലയിടാ. എന്നിട്ട് അങ്ങോട്ട് നീളട്ടെ അങ്ങോട്ട് പോട്ടെ. എന്നിട്ട് ഇട്, വലിയ തലയിട്. ഹാ ഇനി രീ എഴുത്. മതി. ഇനി ഇവിടെ രാ എഴുത്. രാ അവിടെ തന്നെ അവിടെ എഴുത്. അങ്ങനെ ഗുഡ് ഗേൾ. ഇനി വള്ളിയിട്. ഇവിടെ വള്ളിയിട്. അവിടെ വള്ളിയിട്. എങ്ങനെ വള്ളിയിടുക? അകത്തോട്ട് വള്ളിയിടുന്ന കുറച്ച് പാടാണ് കേട്ടോ. അറിയൊക്കെ ചെയ്യാം, പക്ഷെ അകത്തോട്ട് ഇട്. വള്ളി പുറത്തോട്ട് കയറ്റി വെക്കാതെ വള്ളി അങ്ങോട്ട് ഇട്ട് താഴോട്ട്. ശരി. ഇനി എന്താ? പൂച്ച ഇട്ട് കൊടുക്ക്. 2 പൂച്ച ഇട്. മതി. അതെന്തുവാ കറുപ്പിക്കുന്നേ? ഇട്. ഹരി. ഇനി ശ്രീ എഴുത്. ശ്രീ എങ്ങനെ? മേളിന്ന് താഴോട്ട് പോട്ടെ. അങ്ങനെ തന്നെ. ഗുഡ് ഗേൾ. എന്നിട്ട് അവിടെ ഇട്. ചുമ്മാ അങ്ങ് കൊണ്ടിടാതെ ഇവിടുന്ന് ഇങ്ങനെ ഇട്. ഇവിടുന്ന് ഇങ്ങനെ ഇട്. ഇങ്ങനെ ഇട്. എന്നിട്ട് വള്ളിയിട്. ഇവിടെ വള്ളിയിട് അങ്ങോട്ട്. ഈ വള്ളി ഇങ്ങോട്ട് ഇട്. ഇതെന്തുവാ മേലി കൊമ്പോ? വള്ളിക്കൊരു കൊമ്പെന്തിനാ? ശ്രീ നീ ഗാ എഴുതിക്കേ. ഗാ. ശ്രീ എന്തിനാ വായിച്ച? വള്ളി ഇങ്ങനെ ഇട്. ഇങ്ങനെ വള്ളിയിട്. ഈ ശ്രീ ഇങ്ങനെ വളഞ്ഞു പോകാൻ പാടില്ല. വേണ്ട. ശ്രീ ഇനി ഗാ എഴുത്. ഗാ എഴുത്. അതുപോലെ തന്നെ ഗാ എഴുത്. മേലേയും താഴോട്ട്. മേലോട്ട് പോട്ടെ. ഇതെന്തുവാ? റോഡോ? എഴുത്. ഗാ എഴുത്. അതുപോലല്ല വന്നത്. എഴുത്. മേലേയും താഴോട്ട് പോട്ടെ. എഴുത്. എന്നിട്ട് മേലോട്ട് പോട്ടെ. കാശിയുടെ കൈയാട്ടോ ഇടയ്ക്ക് വരുന്നത്. വെള്ളത്തിൽ കൊണ്ട് കൈയിട്ടു. ഗാ എഴുത്. വെള്ളത്തിൽ കൈയിട്ട് എന്തിനാ? എഴുത്. മേലോട്ട് ഒന്നുകൂടെ എഴുതിക്കേ. മേളിൽ താഴോട്ട് വരട്ടെ. അമർത്തി എഴുത്. എന്നിട്ട് ഗാ. നാ എങ്ങനെയായിരുന്നു? കാണിച്ചേ. തിരിച്ച് വായിക്ക്. ഇവിടെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ എഴുത്. ഇതെന്തുവാ? ഇങ്ങനെ. അപ്പം ഞാൻ എഴുതിപ്പിക്കട്ടെ കേട്ടോ. ഇനിയും ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ടെറർ നിങ്ങൾ കാണേണ്ടി വരും. അപ്പം ഞാൻ എഴുതിപ്പിക്കട്ടെ. കുറച്ച് പതുക്കെ പഠിക്കുള്ളൂ കേട്ടോ. നമ്മൾ ആദ്യം മുതലേ കുഞ്ഞുങ്ങളിങ്ങനെ
പറഞ്ഞ് പഠിപ്പിക്കുന്നതല്ലേ. ഇപ്പം ചിലതൊക്കെ ഇങ്ങനെ ചിലവരൊക്കെ നേരത്തെ ഗ്രാസ്പ് ചെയ്യും. അവളും കുഴപ്പമില്ല കേട്ടോ, അവളെ ഇങ്ങനെ എന്നും എഴുതിപ്പിക്കുന്നില്ല, അതുകൊണ്ടാണ് പ്രശ്നം. എന്തിനാ കരയണേ? എൻ്റെ പറ്റി കാച്ചുമോൻ എന്തിനാ കരയണേ? അടാടെ കാച്ചിയോ? അടാടെ കാച്ചിയോ? 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 കുഞ്ഞി കാച്ചിയോ? അപ്പൊ നമുക്ക് എഴുതിയിട്ട് കാണാം അല്ലേ? ടാറ്റാ ടാറ്റാ. ഞാൻ കുറേ നേരം പുറത്ത് നിന്നിട്ട് ഷോർട്സ് ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ. കുറേ ഷോർട്സ് ഒക്കെ എടുത്തു. പിന്നെ കുറേ നേരം പിള്ളേരവിടെ നിന്ന് കളിക്കുമായിരുന്നു. കുറേ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ നോക്കുമായിരുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. ഇതിപ്പോൾ ഇനി അകത്തോട്ട് കയറി 1:15 കേട്ടോ. ഇനി ചോറ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ചോറ് കഴിക്കാൻ വൈകുന്നേരം കുറച്ച് പരിപാടീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പിള്ളേർക്ക് ചോറ് കൊടുക്കാൻ പോവുകയാണ്. ഭയങ്കരമായിട്ട് ദാഹിക്കും. ഞാൻ കുറേ നേരം കൊണ്ട് ദാഹിക്കുകയാണ് കേട്ടോ. അകത്ത് കയറാനുള്ള മടിക്ക് അവിടെ ഇരുന്ന്. വൈകുന്നേരം പറ്റുമെങ്കിലൊരു അമ്പലത്തിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിനി അമ്പലം ബ്ലോഗായിട്ടായിരിക്കും വരാൻ പോകുന്നത്. ഒന്നും ഉറപ്പില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ എടുക്കും. എനിക്ക് മൂടുണ്ടെങ്കിൽ ഞാൻ എടുക്കുള്ളൂ. അതാണ് കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കാനൊരു മൂടുണ്ടെങ്കിൽ മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ ഇനി ചോറൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഈ ചെറിയ ബ്ലോഗായിട്ട് തന്നെ എടുക്കാം കേട്ടോ. നമ്മൾ വലിയ ലെങ്തായി കഴിഞ്ഞ ആൾക്കാർ കാണുന്നത് കുറയും. അപ്പം പിന്നെ കുറച്ചാണെങ്കിൽ കുറച്ചുള്ളത് അവർ കാണുമല്ലോ. വലുതാണെങ്കിൽ കാണാൻ നിൽക്കില്ല. അടിച്ചടിച്ച് വിട്ടിട്ട് സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും കാണുക. എല്ലാവരും എന്താണ് വെക്കുന്നുണ്ടോ. അപ്പം അവർ കയറിയ സമയത്ത് ഞാൻ കഥ അടച്ചു. ഇല്ലെങ്കിലാണെങ്കിൽ വീണ്ടും ചാടിപ്പോവും. വീണ്ടും പിന്നെ പിടിച്ചുകൊണ്ട് വരുമെന്നാണ് ഭയങ്കര റിസ്ക്കുള്ള കാര്യം. അപ്പം നമുക്കിനിയും പോയിട്ട് ചോറൊക്കെ കഴിക്കാം. ചോറ് കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുക്കാം അല്ലേ. ചോറ് കഴിച്ചിട്ട് കിടന്നു കണ്ണിലൊക്കെ കൊള്ളതും കിടന്ന് കുറച്ച് നേരം ഉറങ്ങാം. എന്നിട്ട് അച്ഛൻ വരുമ്പോഴത്തേന് റെഡി ആവാം. ഓക്കെ, നീ വരുന്നില്ലേ? എനിക്ക് അമ്മയും കാശിയും പോയിട്ട് വരാം. അമ്പലത്തിൽ പോകാൻ വരുന്നില്ലല്ലോ. നീയല്ലേ പറഞ്ഞപ്പോൾ വരുന്നില്ലെന്ന്. അപ്പോൾ കുഞ്ഞിയെ കൊണ്ടുപോകുന്നില്ല. കുഞ്ഞ് വരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീയല്ലേ ഇപ്പം പറഞ്ഞ വരുന്നില്ലെന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാം. ഫുഡ് തരട്ടെ? ഓക്കെ, ഞങ്ങൾ ചോറൊക്കെ കഴിക്കട്ടെ കേട്ടോ. പിള്ളേർക്ക് ചോറ് കൊടുക്കുന്നതൊന്നും കാണിക്കുന്നില്ല. ഞാൻ ചോറ് കഴിക്കാൻ നേരത്തെ കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, വേറെ കഴിപ്പൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. നമുക്ക് വലിയ കറീസൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ചിക്കൻ കറി അച്ചാറുമാണ് കേട്ടോ ഉള്ളത്. അത് മതിയല്ലോ ചിക്കനോടൊപ്പം. പിന്നെ വേറെ കറിയുടെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ഇത് മറ്റേ ചീമപ്പുളിയാണ് കേട്ടോ. ഇരുമ്പുളി എന്നൊക്കെ പറയില്ലേ, അതാണ്. അമ്പലത്തിലൊക്കെ പോകണമെന്ന് കരുതിയെങ്കിലും അമ്പലത്തിലൊന്നും പോയില്ലെങ്കിലും വേറെ സ്ഥലത്തേക്കാണ് കേട്ടോ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ കൊണ്ടൊന്നും സാധിക്കാത്തൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ മോളെ ആണെങ്കിൽ പാട്ട് പഠിപ്പിക്കാൻ ചേർക്കാൻ വേണ്ടി പോകാം. ഞങ്ങൾ നേരത്തെ വന്നൊന്ന് തിരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു കറക്റ്റ് സമയത്തിന് നോക്കിയിട്ടൊക്കെ പറഞ്ഞു. അവൾ ചെറുതല്ലേ, അപ്പോൾ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ചെന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. എന്റെ കൂടെ വരാമോ? ഞാൻ പാടുന്നത്ര നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആഗ്രഹങ്ങളൊക്കെ പതുക്കെ സാധിക്കട്ടെ. ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ, സീ യു.